ഇസ്രായേൽ അനധികൃതമായി ലോകത്തിന്റെ അടുത്ത് പറയാതെ ഇപ്പോഴും ആണവായുധം കൈവശം വെച്ചോണ്ടിരിക്കല്ലേ. അങ്ങനെ ആണവായുധം കൈവശം വെച്ചോണ്ടിരിക്കുന്ന രാജ്യത്തിനെതിരെ ആക്രമിക്കാമെങ്കിൽ ഈ വാസ്തവത്തിൽ ഇസ്രായേലിനല്ലേ ആദ്യം ആക്രമിക്കേണ്ടത്. കാരണം ബാക്കി രാജ്യങ്ങളുടെ കയ്യിൽ ഈ എന്താ പറയുന്നത് നോർത്ത് കൊറിയ അനധികൃതമായിട്ടാണ് ഉണ്ടാക്കിയെങ്കിൽ നോർത്ത് കൊറിയ ഞങ്ങളുടെ ഈ ബോംബുണ്ടെന്ന് പരസ്യം പറഞ്ഞിട്ടുണ്ട്, അതിനുള്ള ആർജവം അവർ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ആയുധമുണ്ടോ ഇല്ലയോ എന്ന് തുറന്നു പറയാൻ പോലും ധൈര്യം കാണിക്കാത്തൊരു രാജ്യം വേറൊരു രാജ്യത്തിനെതിരെ ആണവായുധമുണ്ട് എന്ന പേര് നടത്തുന്നത് വാസ്തവത്തിൽ. അതുമാത്രമല്ല, ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറയുകയും ചെയ്യുന്നുണ്ട്, ഏകാധിപത്യമായ ഒരു ചർച്ചയും നടത്താൻ താങ്കൾ ഉദ്ദേശിക്കുന്നില്ല. ഖാംനഈ ജീവിച്ചിരിക്കരുത് എന്ന തരത്തിലുള്ള പ്രകോപനപരമായ ഒരു പ്രതികരണം തന്നെ ഇപ്പോഴും വരികയാണ്. അതായത് ഇസ്രായേൽ ഇപ്പോഴും ഒരു തീക്കൊള്ളി കൊണ്ട് ചൊറിയാൻ തയ്യാറെടുത്ത് തന്നെ മുന്നോട്ട് വരികയാണെന്നല്ലേ? ഓരോ രാജ്യത്തിന്റെ ഭരണാധികാരികൾ ആരൊക്കെയാണ് എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള ഭരണാധികാരിയാണ്. ആ ഭരണാധികാരി ഇപ്പൊ ഏകാധിപതിയാണെങ്കിൽ ഇവർ കയറി ആക്രമിക്കുമോ? അങ്ങനെ ലോകത്ത് എവിടെല്ലാം ഏകാധിപതിമാരുണ്ട്. ഏകാധിപതിമാർ അമേരിക്ക തന്നെ പിന്തുണച്ചു നിർത്തുന്ന ലോകത്ത് എത്രയധികം ഏകാധിപതിമാരുണ്ട്, പട്ടാള ഭരണാധികാരികളുണ്ട്. അവരെ എല്ലാവരും ഇവർ കൊല്ലുവോ? അങ്ങനല്ലല്ലോ. ഒരു രാജ്യത്തിന് ഒരു ലോകം ഇങ്ങനെ നിലനിൽക്കണമെങ്കിൽ ആ ലോകത്തെ നയിക്കുന്ന ചില നിയമങ്ങളും ചില നോംസും ഒക്കെ ഉണ്ട്. അങ്ങനെയല്ലേ വേണ്ടത്. ഈ ഒരാള് ഭരണാധികാരി ഏകാധിപതിയേക്കാൾ ഭീകരമായിട്ടല്ലേ ഇപ്പൊ ഇവിടെ ഈ രാജ്യം ആക്രമണത്തിന് തയ്യാറായി നിൽക്കുന്നത്. അത് ഏതെങ്കിലും രാജ്യത്ത് ഇങ്ങനെയുള്ള നിയമങ്ങൾ ഉണ്ടെങ്കിൽ ആ നിയമങ്ങൾക്കനുസരിച്ചല്ലേ മുമ്പോട്ട് പോകേണ്ടത്. ഇസ്രായേലിന്റെ ഏത് നിയമം അനുസരിച്ചാണ് ഈ ഇസ്രായേൽ ഇപ്പൊ ഇറാനെ ആക്രമിക്കാൻ പോകുന്നത്? അങ്ങനെയില്ലല്ലോ. അപ്പൊ നമുക്ക് വളരെ വ്യക്തമാകുന്ന ഒരു കാരണം, ഈ കാര്യങ്ങളിലൂടെ എല്ലാം വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. 2003 ഇറാഖിനെ ഇല്ലാത്ത ആയുധമുണ്ട്, എന്താണ് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ, ആളുകളെ കൂട്ടക്കൊല ചെയ്യാനുള്ള ആയുധമുണ്ട് എന്ന കള്ളപ്പേരിൽ ആ രാജ്യത്ത് ആക്രമണം നടത്തി അവിടുത്തെ ഭരണാധികാരിയെ മാറ്റിയതിന് സമാനമായ ഒരു വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ആക്രമണത്തിനാണ് അമേരിക്കയും ഇസ്രായേലും പദ്ധതിയിടുന്നത്. ലോകത്ത് ഇതുവരെ, അതായത് ഒരു രാജ്യത്തിന്റെ കയ്യിൽ ആണവായുധമുണ്ട് എന്ന് പറയാൻ ആധികാരികമായി പറയേണ്ട ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയോ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സുരക്ഷാ ഏജൻസിയോ, അമേരിക്കയുടെ പോലും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മേധാവി പോലും ഇങ്ങനൊരു സംഭവം ഇല്ല എന്ന് പറയുമ്പോൾ ഉണ്ട് എന്ന് കളവ് 1000 തവണ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട്, നമുക്കറിയാം വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആക്രമണം നടത്താൻ പോയ സ്ഥലത്തുനിന്ന് ഒരു കുപ്പി മൂക്കിപ്പുഴുടെ അത്രയും വലിപ്പമുള്ള ആണവായുധം, എന്തെങ്കിലും ഒരു എന്താണ് പറയുന്നത് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ, ആളുകളെ കൂട്ടക്കൊല്ല ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു മാരകായുധം കണ്ടെത്താൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ലെന്ന് നമ്മൾ കണ്ടതല്ലേ. അപ്പൊ ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ പറയും ഈ സെക്യൂരിറ്റൈസേഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. സെക്യൂരിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രാജ്യത്തിനെതിരെ ആക്രമണിക്കണമെങ്കിൽ ആ രാജ്യം ഒരു സുരക്ഷാ വെല്ലുവിളിയാണെന്ന് പറഞ്ഞു പരത്തിയാൽ മതി. നമ്മളൊരു പട്ടിയെ പേപ്പട്ടിയാണെന്ന് പറഞ്ഞ് തല്ലിക്കൊല്ലുമ്പോൾ അതിന് നിയമമില്ല എന്നതുപോലെ നിങ്ങൾ ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തെ വലിയ സെക്യൂരിറ്റൈസ് ചെയ്തു കഴിഞ്ഞാൽ, സുരക്ഷാ ഭീഷണിയാന്ന് വരുത്തി തീർത്തു കഴിഞ്ഞാൽ, അത് നിങ്ങൾ കളവിലൂടെ എങ്കിലും വരുത്തി തീർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും അവരെ ആക്രമിക്കാനുള്ള ഒരു ന്യായം ഉണ്ടാക്കിയെടുക്കും. ഏതാണ്ട് അത്തരം ഒരു ന്യായം ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ആണവായുധം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. നമുക്കറിയാം 1990 മുതൽ ഈ നെതന്യാഹു അന്തർദേശീയ തലത്തിൽ ഐക്യരാഷ്ട്ര സംഘടന ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോയി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. 96 പറഞ്ഞു 2 വർഷത്തിനുള്ളിൽ ഇറാൻ ആണവായുധം ഉണ്ടാക്കും, 2002 പറഞ്ഞു 3 മാസത്തിനുള്ളിൽ ആയുധം ഉണ്ടാക്കും, 2005, 2013, 2018, 2019 ഈ വർഷങ്ങളിലെല്ലാം പല അന്തർദേശീയ വേദികളെ ഒരു വേദിയിൽ ഒരിക്കൽ കാർട്ടൂണുമായിട്ട് ചെന്നിട്ട്, ഒരു ബോബിന്റെ കാർട്ടൂണുമായിട്ട് ചെന്നിട്ട് ഇതാ ഇപ്പൊ റെഡിയായിരിക്കുന്നു, ഇനി ഒരു 3 ആഴ്ച കഴിയുമ്പോൾ ഉടൻ ആണവായുധം ഉണ്ടാകുമെന്ന് പറഞ്ഞു ലോകമാധ്യമങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ലോകമാധ്യമങ്ങൾ ഇപ്പോൾ അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. എന്ന് പറഞ്ഞാൽ ഈ ഒരു വസ്തുതയുമില്ലാതെ ഈ കളവിങ്ങനെ 1000 തവണ ആവർത്തിക്കുന്ന ഗീബൽസിയൻ തന്ത്രം ആവർത്തിച്ചുകൊണ്ട് ഇല്ലാത്തതിനെ ഉണ്ടെന്ന് വരുത്തി തീർക്കുകയും അങ്ങനെ ഇല്ലാത്തത് ഉണ്ടെന്ന് വരുത്തി തീർത്തതിനു ശേഷം ആ രാജ്യത്തെ ആക്രമിക്കുകയും ചെയ്യാനുള്ള വളരെ ഗൂഢപദ്ധതിയാണ് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഗൂഢപദ്ധതിയാണ്. അല്ലാതെ ഇതിനകത്ത് ജോസഫ് ആന്റണി, നാളെ ഇപ്പോൾ വിയന്നയിൽ ഒരു നിർണായക യോഗം ചേരുകയാണ്. ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ് രാജ്യങ്ങളൊക്കെയാണ് വിയന്നയിൽ ഈ യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഒരു സൊല്യൂഷൻ, ഈ സംഘർഷം പരിഹരിക്കാനുള്ള ഒരു സൊല്യൂഷൻ ആ യോഗത്തിൽ ഉരുത്തിരിഞ്ഞു വരും എന്ന് കരുതുന്നുണ്ടോ താങ്കൾ? എനിക്ക് യാതൊരു വിശ്വാസവുമില്ല. കാരണം വെച്ചാൽ ഈ രാജ്യങ്ങൾ ആരൊക്കെയാണ്? ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇല്ലാത്ത വിഷയത്തിന്റെ പേരിൽ ആക്രമിച്ചപ്പോ കമാന്ന് അക്ഷരം പറയോ ഒരു തരത്തിൽ പ്രതീക്ഷിച്ചു. ഇവരെല്ലാം ഈ നാഴികയ്ക്ക് 40 വട്ടം അന്തർദേശീയ നിയമങ്ങളും പിന്നെന്താ പറയുന്നത് മനുഷ്യാവകാശങ്ങളും ജനാധിപത്യത്തെക്കുറിച്ചും നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളല്ലേ. ഇവരാരെങ്കിലും ഈ ഇറാനെതിരെ ഈ ഇസ്രായേൽ നടത്തിയ നിയമവിരുദ്ധമായ ആക്രമണത്തിൽ കുറ്റം പറഞ്ഞോ?
എന്ന് മാത്രമല്ല ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കുമെന്നല്ലേ പറഞ്ഞത്. അങ്ങനെയുള്ള അതായത് ഈ ഗൂഢപദ്ധതി ഇസ്രായേല് ഈ 2003 ഇറാഖിനെ ആക്രമിച്ചപ്പോ ഈ കൂടെ നിന്ന രാജ്യങ്ങളെല്ലാം പോയത് തന്നെയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഈ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന തരത്തിലേക്ക് ഈ അന്തർദേശീയ രാഷ്ട്രീയം മാറുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയിരിക്കുന്ന ആക്രമണം. അത് കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട് അല്ല മറ്റുള്ള രാജ്യങ്ങൾ ശ്രമിക്കേണ്ടത്. ഇതിന് ഏത് വിധേനയും തടയാനുള്ള മുന്നോട്ട് വരവ് വന്നില്ലെങ്കിൽ ഇന്നിപ്പോ ഇറാൻ ആണെങ്കിൽ നാളെ വേറൊരു രാജ്യമാവാം. നമ്മൾ ഓർക്കേണ്ട ഒറ്റ കാര്യമുണ്ട്, ഈ ഒരൊറ്റ സംഭവത്തിലൂടെ വരാൻ പോകുന്നത് ഈ രാജ്യങ്ങൾ, ചെറിയ രാജ്യങ്ങളെല്ലാം, ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് ആണവായുധം ഉണ്ടാകുന്ന തരത്തിലേക്ക് പോകും. നിങ്ങൾ നോക്കൂ, നോർത്ത് കൊറിയ ഒരു ചെറിയ രാജ്യമല്ലേ. ആ രാജ്യത്തിനെതിരെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആക്രമിക്കാൻ തയ്യാറാവുന്നുണ്ട്. അവര് സാമ്പത്തികമായി വളരെയധികം ദുർബലമായ രാജ്യമാണ്. അവരുടെ കയ്യിൽ ആണവായുധമുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ആ രാജ്യത്തെ ആക്രമിക്കാത്തത്. ഒന്നാലോചിച്ച് നോക്കൂ. അപ്പൊ അങ്ങനെയുള്ള, അതായത് ഇപ്പൊ തന്നെ ഇറാനിൽ ശക്തമാകുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത് ഇറാൻ എത്രയും പെട്ടെന്ന് ആണവായുധം ഉണ്ടാക്കണമെന്നുള്ളതാണ്. അപ്പോൾ ആണവായുധം ലോകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, ആണവായുധം അപകടകരമായ ഒരു ആയുധമാണ്. അത് ലോകത്ത് മുഴുവൻ ഒഴിവാക്കേണ്ടതാണ് എന്നുള്ളതാണ് ലോകം ആഗ്രഹിക്കുന്നത്. എന്നാൽ അനധികൃതമായി ആണവായുധം ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു രാജ്യം ആണവായുധം ഇല്ലാത്ത ഒരു രാജ്യത്തിനെതിരെ ആക്രമണം നടത്തിക്കൊണ്ട് ആണവായുധമുണ്ടെന്ന് പറയുന്ന അപഹാസ്യമായ ഒരു കപട നാടകത്തിനാണ് ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്.